പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ പത്തനംതിട്ട കുമ്പഴ പാലത്തിന് സമാന്തരമായി നടപ്പാല നിർമ്മാണം അനിശ്ചിതത്വത്തിൽ. അച്ചൻകോവിൽ നദിയിൽ തൂണുകളുടെ നിർമ്മാണം മാത്രമാണ് പൂർത്തിയാക്കിയത്. സ്ഥലം ഏറ്റെടുക്കുന്നതിലെ തർക്കമാണ് പദ്ധതി വൈകാൻ കാരണം. പത്തനംതിട്ട കുമ്പഴ പാലത്തിന്റെ വീതി 6 മീറ്റർ മാത്രമാണ്. പാലത്തിലൂടെ കാൽനട യാത്രക്കാർ ഭയത്തോടെയാണ് കടന്നു പോകുന്നത്. വലിയ വാഹനങ്ങൾ വന്നാൽ കാൽനട യാത്രക്കാർക്ക് ഒതുങ്ങി നടക്കാൻ ഈ പാലത്തിൽ ഇടമില്ല. പ്രശ്നപരിഹാരത്തിനായാണ് പാലത്തോട് ചേർന്ന് നടപ്പാലം നിർമ്മിക്കാൻ തീരുമാനിച്ചത്. 3 തൂണുകളിൽ 4 മീറ്റർ വീതിയിൽ നടപ്പാലം നിർമ്മിക്കാൻ പദ്ധതി തയ്യാറാക്കി. സമീപന പാത നിർമ്മിക്കേണ്ട സ്ഥലത്തെ ചൊല്ലി തർക്കമുയർന്നതോടെ നടപ്പാല നിർമ്മാണം നിലച്ചു. കാൽനട യാത്രക്കാർ ഭയത്തോടെയാണ് പാലത്തിലൂടെ സഞ്ചരിക്കുന്നതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. കാൽനട യാത്രകൾ വളരെ ബുദ്ധിമുട്ടാണ് നടക്കാൻ. വണ്ടികളുടെ അഭാവം കാരണം കൂടുതൽ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ് യാത്രക്കാർക്ക്. കാൽനട യാത്രക്കാർക്ക് ഒരു ഫുട്പാത്ത് പോലെ ഇല്ല. അത് വലിയൊരു പ്രശ്നമാണ്. അവർക്ക് വാഹനങ്ങൾ കടന്നു വരുമ്പോൾ പെട്ടെന്ന് മാറാനോ അങ്ങോട്ടൊന്ന് കയറി നിൽക്കാനോ പറ്റാത്തൊരവസ്ഥയാണ്. അതിനൊരു പരിഹാരം, ശാശ്വത പരിഹാരം ഉണ്ടാകും. സമീപന പാത നിർമ്മിക്കേണ്ട സ്ഥലം പുറമ്പോക്ക് ഭൂമിയാണെന്നാണ് റവന്യൂ വകുപ്പ് KSTPക്ക് കത്ത് നൽകിയത്. പുറമ്പോക്കല്ല, തങ്ങളുടെ സ്ഥലമാണെന്ന് കാണിച്ച് സമീപവാസിയും പരാതി നൽകി. ഇതോടെ റവന്യൂ ഭൂമിയാണോ എന്ന് വ്യക്തമാക്കണമെന്നാവശ്യപ്പെട്ട് KSTP ജില്ലാ കളക്ടർക്ക് കത്ത് നൽകി. കരാറുകാർ നടപ്പാലത്തിന്റെ നിർമ്മാണവും നിർത്തിവെച്ചു. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ പ്ലാച്ചേരി മുതൽ കോന്നി വരെയുള്ള ഭാഗത്തെ വികസനത്തിനായി തയ്യാറാക്കിയ 274.24 കോടി രൂപയുടെ പദ്ധതിയിൽ ഉൾപ്പെട്ടതാണ് കുമ്പഴ നടപ്പാലം. റിപ്പോർട്ടർ, പത്തനംതിട്ട.